ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഏപ്രിൽ മാസത്തെ ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ, അതായത് മകം, പൂരം, ഉത്രം എന്ന ചിങ്ങക്കൂറുകാർക്കുള്ള ഏപ്രിൽ മാസത്തെ ഫലമാണ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ചാരവശാൽ ഇപ്പോൾ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ചിങ്ങൻ രാശിന്റെ 5ാം ഭാവത്തിൽ ശനിയും വ്യാഴവും കേതുവും, അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 8ാം ഭാവത്തിൽ സൂര്യനും 11ൽ രാഹുവുമാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി. അപ്പോൾ ഇവർക്ക് പൊതുവെ ചിന്തിക്കുകയാണെങ്കിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണവും ദോഷവും ചേർന്ന ഒരു ഫലമാണ് പറയേണ്ടിയിരിക്കുന്നത്. 5ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്ന വ്യാഴൻ, അതായത് ഇപ്പോൾ 5ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഈ മാസം അവസാനം, അടുത്ത ഏപ്രിൽ മാസത്തിന്റെ ഏകദേശം അവസാനം വരയ്ക്കും ഈ രാശിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അത് കാരണം ദൈവാധീനം വർദ്ധിക്കുവാനും സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുവാനും ബുദ്ധിപരമായിട്ടുള്ള ശക്തികൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതകളെല്ലാം ഈ മാസത്തിൽ കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും 8ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സൂര്യൻ ഇത്തിരി ദോഷകരം തന്നെയാണ്. അപ്പോൾ 5ാം ഭാവത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ ഗുണപരമൻ തന്നെയാണ്. അപ്പോൾ ധനസംബന്ധമായിട്ടും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ദൈവാനുഗ്രഹ സംബന്ധമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുവാനും പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങി വെക്കുവാനും ചെയ്യുന്നതിനും അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളവർക്ക്. പക്ഷെ എങ്കിലും അഷ്ടമത്തിലുള്ള സൂര്യൻ അവിടെ ദോഷകരമായി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപായി ശിവനിങ്കൽ പ്രീതി നടത്തുന്നത് വളരെ ഉചിതമാണ്. ശിവനിങ്കൽ ശരിക്കും ആ ശിവനെ തണുപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇളനീര് ധാര കൊണ്ട് ശിവനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ, ആ ധാരയായിട്ട് നടത്തി കഴിഞ്ഞാൽ വളരെ ഉചിതമാണ്. ആ ധാരയുടെ അനുഭവം ഈ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ആ താപത്തിനെ കുറച്ച് കുറയ്ക്കുന്നത് മൂലം ദോഷാധിക്യങ്ങൾ കുറയുവാനുണ്ട്. സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള പ്രതികൂല ഇതും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും 5ാം ഭാവത്തിൽ വ്യാഴൻ നിൽക്കുന്നത് കാരണം ഗുണകരം തന്നെയാണ് ഇവർക്ക്. അത് കാരണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുമുള്ള സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം വരിക്കുവാനും അതിൽ വിജയം നേടുവാനുമുള്ള ഒരു സൗകര്യം കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിക്ക് ഉണർവ് വരുന്നത് മൂലം അതുമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന അബദ്ധങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. 7ൽ ശുക്രൻ നിൽക്കുന്നത് കാരണം സ്ത്രീകൾ മുഖേന അബദ്ധങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയ അഭ്യർത്ഥന നടത്തുന്നവരും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത്ര അനുകൂല ഫലമല്ല. 7ൽ ബുധനും അനുകൂലമല്ല, ശുക്രനും അനുകൂലമല്ല. അത് കാരണം കൊണ്ട് തന്നെ സ്ത്രീകൾ മുഖേന എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നത് മൂലം അബദ്ധവശങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനായി ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഭഗവത് സേവ നടത്തുന്നത് മൂലം ആ ദോഷത്തിന് പരിഹാരമാവുന്നതാണ്. ധനപരമായിട്ടും കുടുംബപരമായിട്ടും പൊതുവെ ആശ്വാസകരമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സഹായസ്ഥാനങ്ങളും സഹോദര ബന്ധങ്ങളും ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് കുറച്ച് ദോഷകരമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിനും സുഖകരമായിട്ടുള്ള ഒരു അഭിവൃദ്ധിക്കും എല്ലാം കാണുന്നത് കൊണ്ട് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ചിന്തകൾക്ക് അടിമപ്പെടുന്നത് മൂലമുണ്ട മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകുവാനും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന പ്രീതി വരുവാനുമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ രോഗാധിക്യത്തിൽ കഴിയുന്നവർക്കെല്ലാം മഹാമൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉചിതമാണ്. അതുപോലെ തന്നെ തസ്കര ഭയം, അതായത് ശത്രുക്കളുടെ ഭയം എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതീതി ഉണ്ടാവും. അതിനുവേണ്ടി ശത്രു സംഹാര പൂജ നടത്തുന്നതും ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ ഉചിതകരമാണ്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതിനായിട്ടുള്ള പരിഹാരങ്ങളും നടത്തി വരിക. അതുപോലെ തന്നെ
ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് 8-ാം ഭാവത്തിൽ സൂര്യൻ പൊതുവെ നിൽക്കുന്നത് കാരണം കൊണ്ട് ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത പൊതുവെ കാണുന്നുണ്ട്. അതിനായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ശിവലിംഗൽ ധാര, ഇളനീര് ധാര തന്നെ നടത്തുന്നതുകൊണ്ട് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സൗകര്യമാണ് കാണുന്നത്. തൊഴിൽ മേഖലയിൽ പൊതുവെ ഇവർക്ക് ഭാഗ്യകടാക്ഷങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. 9-ാം ഭാവത്തിൽ 10-ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് കർമ്മമേഖല പുരോഗതി വരുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ലാഭസ്ഥാനം വർദ്ധിക്കുവാനും ലാഭങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു യോഗങ്ങൾ കാണുന്നുണ്ട്. ചെലവ് ചുരുക്കൽ മൂലം വന്നിട്ട് ധനസമ്പാദനം നേടുവാനുമുള്ള ഒരു സാധ്യതയാണ് ഇവർക്ക് കാണുന്നത്. ഇവർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസത്തിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണവും ദോഷവും വരുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷാധിക്യം കുറഞ്ഞ് വ്യാഴത്തിന്റെ ഗുണാധിക്യം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഈ പരിഹാരം നടത്തുക. മകനക്ഷത്രക്കാർക്കാണെങ്കിൽ ഗണപതിങ്കൽ വന്നിട്ട് ഗണപതി ഹോമം നടത്തുന്നത് മൂലം അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. പൂര നക്ഷത്രക്കാർക്കാണെങ്കിൽ വെള്ളിയാഴ്ച നേരത്തെ പറഞ്ഞ പോലെ ഭഗവതി സേവ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നതും, ഉത്തര നക്ഷത്രക്കാർക്ക് ശിവനിങ്കിൽ ധാര നടത്തുന്നതും മൂലം ദോഷാധിക്യം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈ മാസം വളരെ ഗുണപരമായിട്ട് തന്നെ പോകാം. നമസ്കാരം.